എന്താ സേതു ഈ നേരത്ത് പുറത്തു നിൽക്കുന്നേ? ഹാ മായ, അത് പിന്നെ പല്ലു. സേതുവിനെ സമ്മതിക്കണം. ഈ രാത്രി സമയത്ത് അതും മഴയിൽ പല്ലവിയെ തനിച്ച് നടക്കാൻ വിട്ടല്ലോ. എൻ്റെ മകളായിരുന്നെങ്കിൽ ഞാൻ വിടില്ലായിരുന്നു. അത് പിന്നെ ആൻറ്റി, എനിക്ക് മഴ ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ടാ. ആയിക്കോട്ടെ, പക്ഷേ ഇതുപോലുള്ള നേരത്തൊന്നും ഇങ്ങനെ തനിയെ ഇറങ്ങി നടക്കുന്നത് അത്ര നല്ലതല്ല. കണ്ടില്ലേ തൻ്റെ പപ്പ എത്രത്തോളം ടെൻഷനായിട്ട് അവിടെ വന്ന് നിൽക്കുന്നതെന്ന്. സോറി പപ്പ എത്രത്തോളം ടെൻഷനാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എങ്കിൽ ശരി മായ, ഞങ്ങൾ പോട്ടെ. ഗുഡ് നൈറ്റ്. പപ്പയ്ക്ക് സങ്കടമായോ? ഏയ് സാരമില്ല. തെറ്റ് കണ്ട അറിവുള്ളവർ തിരുത്തും. അത് ആക്സെപ്റ്റ് ചെയ്ത് തിരുത്തുന്നവർക്ക് തിരുത്താം, അല്ലാത്തവർക്ക് വിട്ടുകളയാം. അതിൽ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? വന്നോ? നീ വീട്ടിൽ നിന്ന് നേരത്തെ പോരല്ലേ? നിന്റെ വീടെത്തിയപ്പോൾ വരുന്ന വഴിക്ക് ഞാനൊന്ന് നോക്കിയായിരുന്നു. ആടി, ആ ചേട്ടൻ തൻ്റെയോട് പറഞ്ഞാൽ കേൾക്കില്ല. മനുഷ്യനൊന്ന് കണ്ണെഴുതാൻ പോലും സമ്മതിക്കില്ല. നിന്റെ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ഇവാൻ. നീ ഇത്ര വേഗം മറന്നോ? സോറി. ആ പിന്നെ നാളെയാ ഫ്രഷേഴ്സ് ഡേ. നിന്നോടാരാ പറഞ്ഞത്? ഏട്ടൻ. അവര് സീനിയേഴ്സ് അല്ലേ, അവരല്ലേ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത്. നീ എൻ്റെ ഏട്ടനെ കണ്ടിട്ടില്ലല്ലോ. നാളെ കാണിച്ചു തരാം. അവൻ്റെ ഡാൻസും പാട്ടൊക്കെയുണ്ട്. നിന്റെ ചേട്ടൻ ആളെങ്ങനെയാ? കാണാൻ സുന്ദരനാണോ എന്നാണോ ഭവതി ഉദ്ദേശിച്ചത്? അങ്ങനെയും പറയാം. കാണാനൊന്നും തിരക്കേടില്ല, പിന്നെ സ്വഭാവം അതെൻ്റെ പോലെയേ അല്ല. അവൻ ഭയങ്കര സൈലൻ്റാ, ഭയങ്കര സ്വീറ്റാണ്, കെയറിങ് ആണ്. അവനക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹ. അവനൊരു പാവ. എനിക്ക് ഈ ലോകത്ത് അവന് കഴിഞ്ഞേ ഉള്ളൂ, വേറെ ആരും. ഇതിപ്പാരാ? നീയായിരുന്നോ? ഞാൻ തന്നെ. എന്താ പരിപാടി? എന്ത് പരിപാടി? ഞാൻ ചുമ്മാ ബുക്കും പിടിച്ചിരുന്നതാ. ഓ പിന്നെ വലിയ പഠിപ്പിസ്റ്റ്. നിനക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നില്ലേ? ഏയ്, എനിക്കിതൊക്കെ ശീല. എന്നാലേ ആ ശീലം നമുക്കൊന്ന് മാറ്റാം. നീ വാ, നമുക്കൊന്ന് പുറത്ത് കറങ്ങിയിട്ട് വരാം. ഏയ്, അതൊന്നും വേണ്ടടി. നമുക്കിവിടെ വല്ല മിണ്ടിയും പറഞ്ഞിരിക്കാം. മിണ്ടിയും പറഞ്ഞിരിക്കാനല്ലേ നമ്മൾ കോളേജിൽ പോകുന്നത്. നീ ഇങ്ങ് വന്നേ. ഹായ് മായന്തി. നീയോ? എങ്ങോട്ടാ രണ്ടുപേരും? ചുമ്മാ ഞാനിവളെവിടെയൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. ശരി ശരി. പിന്നെ പല്ലവി, തൻ്റെ പപ്പ വരുന്നതിന് മുൻപ് തിരിച്ചു വന്നോളൂ, ഇല്ലെങ്കിൽ ആ പാവൻ ടെൻഷനാവും. ഇതാണ് എൻ്റെ വീട്. നീ വായോ, നമുക്ക് മമ്മയെ പരിചയപ്പെടാം. ഇപ്പോഴോ? പിന്നെയാവട്ടെ. പിന്നെ ഇനി എപ്പോഴാ? നീ ഇങ്ങ് വന്നേ. മമ്മ. ഷോ, ഈ പെണ്ണ്, നീ എന്തോരുമാതിരി അന്തം വിട്ട് നിൽക്കുന്നേ. ഇങ്ങ് വാ പെണ്ണേ. മമ്മ. എന്താ എമ്മി, എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകണേ? മമ്മ ഇങ്ങ് വന്നേ. ഇതാരാ വന്നിരിക്കണേ നോക്ക്. ഇതാണ് പല്ലവി. മോളോ? എമ്മി എപ്പോഴും പറയാറുണ്ട്. എന്തൊക്കെയാണ് മോളെ വിശേഷം? വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? മായന്റെ ഫ്രണ്ടാ. മോൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവളോട് പറഞ്ഞാൽ മതി. പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, മോളൊന്നും കൊണ്ടും പേടിക്കണ്ട കേട്ടോ. എന്റെ മമ്മ, ആദ്യം അവളോടൊന്ന് ഇരിക്കാൻ പറ, എന്നിട്ട് പറയാം വിശേഷങ്ങൾ. അയ്യോ, മോളെ കണ്ട സന്തോഷത്തിൽ ഞാനത് മറന്നു. മോളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ ഒന്നും വേണ്ട ആൻറ്റി, ഞാൻ ഇറങ്ങാം. എനിക്ക് വീട്ടിൽ കുറച്ച് പണിയുണ്ട്. ഇവള് വിളിച്ചപ്പോൾ ചുമ്മാ വന്നേ ഉള്ളൂ. നിക്കടി, കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. ഏട്ടനിപ്പോൾ വരും. ഞാൻ അവനോട് ഐസ്ക്രീം വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊക്കെ കഴിച്ച് പതുക്കെ പോവാം. അതൊക്കെ ഇനി ആവാലോ. ഇപ്പം ഞാൻ പോട്ടെ. പപ്പ വരുമ്പോഴേക്കും എനിക്ക് പണികളൊക്കെ തീർക്കണം. കുറച്ച് കഴിഞ്ഞ് പോവാടി. എന്താ എമ്മി, മോൾക്ക് ജോലി ഉള്ളതുകൊണ്ടല്ലേ. മോള് ചെല്ലേ, എന്നിട്ട് ഫ്രീ ആയിട്ടുള്ളപ്പോൾ ഒരു ദിവസം വാ. വെറുതെ ഒറ്റയ്ക്കിരുന്ന് അവിടെ ബോറടിക്കണ്ടല്ലോ. ശരി ആൻറ്റി, ഞാൻ ഇറങ്ങുവാ. പോട്ടേടി. ഹലോ ചേച്ചി. പല്ലു, എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ എന്ത് വിശേഷം? നേരം വെളുക്കുന്നു, രാത്രിയാകുന്നു. ഇടയ്ക്കൊരു മാറ്റമുള്ളത് കോളേജിൽ പോകുന്നതാ. കോളേജൊക്കെ എങ്ങനെ? ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോ? കോളേജൊക്കെ സൂപ്പറാ. പിന്നെ ഫ്രണ്ട് ഒരാളെ കിട്ടി, മിലി. ഈ അവന്യൂവിൽ തന്നെ താമസിക്കുന്നത്.
ഞാനിപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. അത് നന്നായി, ഒറ്റയ്ക്കായി പോവില്ലല്ലോ. എന്തു പറ്റി നിനക്ക്? നിന്റെ സംസാരം ഒരു സുഖമല്ലല്ലോ. ഏയ് ഒന്നുമില്ല. ഹാ പറ പല്ലു, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഓണർ ഒരു ടീച്ചറാ, മായ എന്ന പേര്. ഒരു പപ്പയോട് കുഴപ്പമില്ല, പക്ഷേ എനിക്കെന്തോ ഒരു സുഖമല്ല. എന്താ കാര്യമെന്ന് നീ വ്യക്തമായിട്ട് പറ പല്ലു. എടി നിനക്കറിയാലോ, മഴ കണ്ട എനിക്ക് ഭ്രാന്താണ്. ഇന്നലെ വൈകുന്നേരം ഇവിടെ നല്ല മഴയായിരുന്നു. ഞാൻ പപ്പയോട് ചോദിച്ചിട്ട് കുടയും കൊണ്ട് നടക്കാൻ ഇറങ്ങി. തിരിച്ചു വരുമ്പോൾ അവരും പപ്പയും എന്നെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടതും ഞാനെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ അവരെന്തൊക്കെയോ പറഞ്ഞു. അസമയത്ത് പെൺകുട്ടികളിങ്ങനെ നടക്കാൻ പാടില്ല, എൻ്റെ മകളായിരുന്നെങ്കിൽ ഞാൻ വിടില്ലായിരുന്നു, അങ്ങനെ എന്തൊക്കെയോ. അപ്പോൾ പപ്പ എന്തു പറഞ്ഞു? പപ്പ എന്ത് പറയാൻ, മക്കളെ വളർത്തുന്നതിലെ വലിയ പിഴവല്ലേ അവർ ചൂണ്ടിക്കാണിച്ചത്. പപ്പയ്ക്ക് സങ്കടമായി. അതൊന്നും നീ കാര്യമാക്കണ്ട. മമ്മ വളർത്തിയ മക്കളാ നമ്മൾ നല്ലതാണോ ചീത്തയാണെന്ന് അവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പപ്പയുടെ സങ്കടം അത് കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. നിനക്ക് പപ്പയോട് അത്രയും ദേഷ്യമാണോ? എനിക്ക് ദേഷ്യമൊന്നുമില്ല, പക്ഷെ സ്നേഹിക്കാനും കഴിയില്ല. പപ്പ ഇപ്പം പണ്ടത്തെ പോലെ ഒന്നും അല്ല ചേച്ചി, നല്ല മാറ്റമുണ്ട്. ഇപ്പം മാറിയിട്ട് എന്താ കാര്യം പല്ലോ? മമ്മ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഈ മാറ്റമെങ്കിൽ നമ്മളെല്ലാവരും എത്ര ഹാപ്പി ആവുമായിരുന്നു. പപ്പ ഇരിക്കുന്നിടത്ത് ഭയത്തോടെയും ബഹുമാനത്തോടെയും കയ്യും കെട്ടി ചുമരം ചാരി നിൽക്കുക എന്നല്ലാതെ പപ്പ എപ്പോഴെങ്കിലും സ്നേഹത്തോടെ നമ്മളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ടുണ്ടോ? ഒന്ന് ഇഷ്ടത്തോടെ സംസാരിച്ചിട്ടുണ്ടോ? എന്നിട്ടിപ്പോൾ മാറ്റം പോലും. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ ചേച്ചി, നീ ഇപ്പോഴത് തന്നെയാണോ പറയണേ? അതെല്ലാം കഴിഞ്ഞു പോയതല്ലേ എന്നും പറഞ്ഞ് ഇത്ര വേഗം നിനക്ക് മറന്നു കളയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ പല്ലു? നിനക്ക് അന്നും ഇന്നും പ്രിയം പപ്പയോടായതുകൊണ്ടാണ്. നമ്മുടെ മമ്മയുടെ വേദനകളും സങ്കടങ്ങളും ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് ഈ ജന്മം എനിക്ക് മറക്കാൻ കഴിയില്ല. എന്തായാലും പപ്പയ്ക്ക് നല്ല മാറ്റമുണ്ടെന്നല്ലേ നീ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് നീയെങ്കിലും പപ്പയുടെ കൂടെ ഹാപ്പി ആയിരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. നീ മറ്റുള്ളതൊന്നും ആലോചിച്ച് ടെൻഷനാകാതെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ നോക്ക്. പഠിച്ച് നല്ലൊരു ജോലി മേടിക്ക്, അതേ ഉണ്ടാകൂ ലൈഫിൽ. കേട്ടോ പല്ലു, എൻ്റെ ബാങ്കിലെ മാനേജർ മാത്യു സാറ് ഈ അവന്യൂ തന്നെ താമസിക്കുന്നത്. ആണോ? എവിടെ? എൻട്രൻസിൻ്റെ അടുത്താണ് പറഞ്ഞത്. നല്ലൊരു മനുഷ്യൻ. ഹായ് അങ്കിൾ, ഞാൻ എമിലി, പവിയുടെ കൂടെ പഠിക്കുന്നതാ. കേറി വാ. ഹാ മിലി, നീയോ? നീ എന്താ ഈ നേരത്ത്? തനിച്ചേ ഉള്ളോ? അല്ല, ഏട്ടനുണ്ട് താഴെ. ഞാനത് നിനക്ക് തരാൻ വേണ്ടി വന്നതാ. ഇത് തരാനാണോ നീ ഈ നേരത്ത് വന്നത്? പിന്നല്ലാതെ. ഹാ പിന്നെ അങ്കിള് വർക്ക് ചെയ്യുന്ന ബാങ്കിൽ തന്നെയാ എൻ്റെ പപ്പയും വർക്ക് ചെയ്യുന്നത്, മാത്യു വർഗീസ്. ഹാ, മാത്യു സാറിൻ്റെ മകളാണോ നീ? ഞങ്ങളിപ്പോൾ സാറിനെ പറ്റി പറഞ്ഞേ ഉള്ളൂ. എന്നാ ശരി, ഞാൻ ഇറങ്ങുക. പവി, നാളെ കാണാം. അയ്യേ, ഇതെന്താ ഇങ്ങനൊരു സ്വപ്നം? ഇതെന്നാ മഴയത്ത് കണ്ട ചേട്ടനല്ലേ? അന്ന് ചെറിയൊരു ക്രഷ് തോന്നിയെന്ന് കരുതി ഇങ്ങനെയൊക്കെ സ്വപ്നം കാണോ? എന്തായാലും കൊള്ളാം. ആദ്യമായിട്ടാ ഓർക്കുമ്പോൾ ഒരു സുഖമുള്ള സ്വപ്നം കാണുന്നത്. എന്തായാലും ഉറക്കം പോയി കിട്ടി. എന്നാൽ പിന്നെ വരച്ചേക്കാം. അമ്മേ, ഒരുവിധം കഴിഞ്ഞു കിട്ടി. നാളെ കറക്റ്റ് ടൈമിൽ എഴുന്നേക്കാൻ പറ്റണേ. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തതായി നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്. ഇവിടെ വന്നത് മുതൽ ഓരോ ആഘോഷങ്ങൾക്കും നൃത്തച്ചുവടുകൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച നമ്മുടെ സ്വന്തം ബീറ്റ് ഫൈറ്റേഴ്സ്. കൈയടിക്കടി. എന്താ കൈയടിക്കടി കോപ്പെ? ഏട്ടൻ്റെ ടീമാണ്. എമിലി, തന്നെ മാം വിളിക്കുന്നുണ്ട്. ശേ, ഈ മാമിനെ വിളിക്കാൻ കണ്ട സമയം. ഞാൻ പോയിട്ട് വേഗം വരാം. പോയിട്ട് വാ. ഇതിപ്പോൾ 4-5 ആൾക്കാരുണ്ടല്ലോ. ഇതിലേതാ മിലിയുടെ ഏട്ടൻ? ഇതാ ചേട്ടനല്ലേ? എടി, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം. ഇപ്പോഴോ? ഡാൻസിലോ അവനെ മിസ്സായി. അടുത്തത് അവൻ്റെ പാട്ടാണ്. എടി, നിന്റെ ഏട്ടനല്ലേ, എപ്പോൾ വേണേലും കാണാലോ. ഇത് അർജൻറ്റാ.
ചേടാ, ഈ മഴ പേടുന്ന വന്നേ. മില്ലിയുടെ ഏട്ടൻ്റെ പാട്ട് മിസ്സായി. സാരല്ല, കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. മഴ തോർന്നിട്ട് പോവാം. മഴ തോരുന്ന ലക്ഷണം കാണാനില്ല. തിരിഞ്ഞു നോക്കാതെ ഓടാം, അതേ നടക്കൂ. തനിക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അയ്യോ ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നമ്മൾ എപ്പോൾ കാണുമ്പോഴും എൻ്റെ നെഞ്ചും കൂടെ തകർത്തിട്ടാണല്ലോ ഇയാളുടെ മാസ് എൻട്രി. അതുകൊണ്ട് ചോദിച്ചതാ. അയ്യോ, അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അറിയാതെ സംഭവിച്ചു പോകുന്നതാ. സോറി. ശരി ശരി, അകത്തേക്ക് ചെല്ല്. പ്രോഗ്രാം ഏകദേശം തീരാനായിട്ടുണ്ട്. ഓ, അപ്പൊ ഇവാൻ ചേട്ടന്റെ പാട്ട് കഴിഞ്ഞോ? ആരുടെ? ഇവാൻ, PG പഠിക്കണ. അറിഞ്ഞിട്ടെന്തിനാ? ആ ചേട്ടൻ എൻ്റെ ഫ്രണ്ടിന്റെ ബ്രദറാ. ആളുടെ പെർഫോമൻസ് മിസ്സായെന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ഓ, പല്ലവി. എൻ്റെ പേരറിയാം, ആളറിഞ്ഞൂടാ. കൊള്ളാലോ. എന്താ ആലോചിക്കുന്നേ? ഏയ് ഇല്ല, ഒന്നുമില്ല. അവൻ്റെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് കണ്ടില്ലല്ലോ എന്നുള്ള സങ്കടമൊന്നും വേണ്ട. അവൻ അത്ര നല്ല പാട്ടുകാരനൊന്നുമല്ല. ഇയാളെന്തിനാ ചിരിക്കണേ? അല്ല, സംസാരത്തിനെ അസൂയയുടെ മുഖച്ചായ. അങ്ങനെ തോന്നിയോ? ഞാൻ പക്ഷേ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ബൈ. ആ പിന്നെ ഇയാളുടെ ഡാൻസ് സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പൊ മിലി, നിന്റെ ഏട്ടനോടെ കാര്യമായിട്ട് എന്നെ അന്വേഷണം പറഞ്ഞോളൂ. പോടി. എന്നാലിത് ഭയങ്കര കഷ്ടം തന്നെ. തൊട്ടടുത്തെന്ന് പറഞ്ഞ പോലെയുള്ള ആളെയാണ് കാണാൻ എത്ര ബുദ്ധിമുട്ട്. സാരല്ല, പോട്ടെ. ഇനിയുണ്ടല്ലോ സമയം. എന്നാ പിന്നെ ഞാൻ പോട്ടെ, എൻ്റെ ബസ് മിസ്സാവും. മിക്കുട്ടി, വീട്ടിൽ പോവാം നമുക്ക്. മാറങ്ങോട്ട്. നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? നിന്നെ ഞാൻ ആ പല്ലവിക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി എത്ര നോക്കി. നിന്റെ ഫ്രണ്ടല്ലേ, എപ്പോഴേ പരിചയപ്പെട്ടു. എന്ത്? നിന്റെ ഫ്രണ്ടല്ലേ, എപ്പ വേണമെങ്കിലും പരിചയപ്പെടാലോന്ന്. എന്നാ വാ പോവാം. പവി, എന്റെ ബർത്ത്ഡേ ആണ്, എന്നെ വിഷ് ചെയ്യ്. ഹാപ്പി ബർത്ത്ഡേ മിലി. നീ എന്തത് ആദ്യം പറയാതിരുന്നേ? ഷെടാ, ഞാനിപ്പോ എന്ത് ഗിഫ്റ്റാ തരിക? ബർത്ത്ഡേയുടെ കാര്യം ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ഏട്ടനാ ഓർമ്മിപ്പിച്ചത്. പിന്നെ ഗിഫ്റ്റ് തന്നില്ലല്ലോ എന്നുള്ള സങ്കടമൊന്നും വേണ്ട. ഇന്ന് വൈകിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ തന്നാൽ മതി. നിന്റെ പപ്പയോട് എൻ്റെ പപ്പ പറഞ്ഞോളൂ. ഇന്ന് രാത്രി നമുക്ക് അവിടെ കൂടാം. എന്തായാലും പപ്പ വരുന്നതിന് മുമ്പ് റെഡി ആയി നിൽക്കാം. അപ്പൊ പിന്നെ ഒത്തിരി വൈകാതെ ഗിഫ്റ്റ് മേടിക്കാൻ പോവാലോ. ഹാ പപ്പ, ഞാൻ പപ്പയെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇന്ന് മിലിയുടെ ബർത്ത്ഡേ ആണ്. അവളുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. മാത്യു സാർ പറഞ്ഞിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ ഇത് വാങ്ങിയത്. ആക്ച്വലി ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ മായയെ കണ്ടിരുന്നു. മായയും ഗിഫ്റ്റ് മേടിക്കാൻ പോവായിരുന്നു. കൂടെ കൂടുന്നു ചോദിച്ചപ്പോൾ എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലല്ലോ. മായ സെലക്ട് ചെയ്തതാ. എങ്ങനെയുണ്ട്? കൊള്ളാം പപ്പ, നന്നായിട്ടുണ്ട്.